പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് ആധുനിക ലോകത്തെക്കുറിച്ചല്ല പറയുന്നത്. ആധുനിക ലോകത്തെക്കുറിച്ചല്ല ഇത് പറയുന്നത്. ഇത് പുരാതന ജനത്തെക്കുറിച്ച് പറയുകയാണ്. ഇന്നത്തെ ഓടുന്ന കാറുകളില്ലാത്ത, ഇന്നത്തെ ഓടുന്ന ബൈക്കുകളില്ലാത്ത, ആമേൻ സ്തോത്രം, ഇന്ന് നമ്മൾ വിളിക്കുന്ന മൊബൈൽ ഫോണുകളില്ലാത്ത, ഇന്ന് നമ്മുടെ മുമ്പിലിരിക്കുന്ന ഈ സിസ്റ്റം, ക്യാമറ, ലാപ്ടോപ്പ്, ആമേൻ സ്തോത്രം, എന്തിനേറെ നമ്മൾ ഉപയോഗിക്കുന്ന പേന പോലും ഇല്ലാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലെ ജനത്തെക്കുറിച്ച് അന്ന് എഴുതി വച്ചിരിക്കുന്നത് ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും, ഒരു സമയത്തല്ല, എല്ലായ്പ്പോഴും. ഞാൻ ചിന്തിക്കുന്നത് അവര് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്ന സമയം വരെയും, ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയം വരെയും അവരുടെ ചിന്തകൾ ദോഷമുള്ളതെന്ന് സ്വർഗത്തിലെ ദൈവം കണ്ടു. ആമേ, ഇത് ഉൽപ്പത്തി പുസ്തകത്തിലെ കാര്യമാണ് പറയുന്നത്. മനുഷ്യനെ ഉണ്ടാക്കി ഭയങ്കര വലിയ കാര്യങ്ങളിലേക്കൊന്നും, ആധുനിക സിസ്റ്റത്തിന്റെ കണ്ടുപിടുത്തങ്ങളിലേക്കൊന്നും മനുഷ്യൻ പോകാത്ത ആ പുരാതന കാലഘട്ടത്തിൽ ആമേൻ അവരുടെ ജീവിതത്തിൽ പൊങ്ങി വന്ന ചില അനുഭവങ്ങളെ കുറിച്ചാണ് പരിശുദ്ധ ദൈവം ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ആമേൻ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും എന്നെ ചിന്തിപ്പിച്ചത് ആ വാക്യമാണ്, ആ ഒരു വേട. എല്ലായ്പ്പോഴും ദോഷമുള്ളത് അത്രേ എന്നും യഹോവ കണ്ടു, ദൈവം കണ്ടു. നല്ലതല്ലാത്ത ഹൃദയത്തിന് ഉടമസ്ഥരായിരിക്കുന്ന ഒരു കൂട്ടം ജനം, അല്ലെങ്കിൽ കോടിക്കണക്കിന് ജനം പെരുകി വർദ്ധിച്ചെന്ന പറയുന്നത്. ഈ കാലഘട്ടം പോലെ തന്നെയായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഞാനിത് എടുത്തത്. ഇത് നോഹയുടെ കാലം എന്നായിട്ടാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം എന്ന് വായിക്കുമ്പോൾ അവിടെ മനുഷ്യർ പെരുകിത്തുടങ്ങി എന്നാണ് കാണാൻ സാധിക്കുന്നത്. മനുഷ്യർ ഭൂമിയിൽ പെരുകിത്തുടങ്ങി, അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ ജനറേഷൻ വർദ്ധിക്കുകയാണ്, പോപ്പുലേഷൻ കൂടുകയാണ്. സ്തോത്രം. ഇന്നത്തെ കാലഘട്ടത്തിലും സ്തോത്രം, മനുഷ്യൻ നാം ഒന്ന് നമുക്കൊന്നെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ തന്നെയും ജനറേഷൻ സ്തോത്രം, പോപ്പുലേഷൻ അങ്ങ് വർദ്ധിക്കുന്നുണ്ട്. സ്തോത്രം. അത് അതിൻ്റെതായ സ്ഥായിയായ തലത്തിലേക്ക് എത്തുകയും മനുഷ്യൻ അത് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവത്തിന്റെ വചനമാണ്. ദൈവവചനം അങ്ങനെ തന്നെ സംഭവിക്കും, അതിന് മാറ്റമില്ല. ലോകത്തിലെ എത്ര വലിയ അധികാരികളും രാജാക്കന്മാരും അതിനെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെന്നാലും ദൈവവചനത്തിന്റെ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരികയില്ല. സ്തോത്രം. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവവചനത്തിന്റെ വള്ളിയും പുള്ളിയും മാറത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യരായിരിക്കുന്ന ഒരു വ്യക്തിത്വം ല്ല, സർവശക്തനായ ദൈവമാകയാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അപ്പോൾ ഈ കാലഘട്ടത്തെ കുറിച്ച് പുതിയ നിയമത്തിൽ ലൂക്കോസ് പറഞ്ഞിട്ടുണ്ട്. ലൂക്കോസ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. 17-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നോഹയുടെ കാലം പോലെ തന്നെയായിരിക്കും മനുഷ്യപുത്രന്റെ സ്വതം വരവിൽ സംഭവിക്കുന്നത്. നോഹയുടെ കാലം നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. ഈ വാക്യം വായിക്കുമ്പോഴാണ് നമ്മൾ നോഹയുടെ കാലഘട്ടത്തിലേക്കൊന്ന് പോകുന്നത്, ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് പോകുന്നത്. ഉൽപ്പത്തി പുസ്തകം കൊണ്ട് സ്വതം തീർന്ന ഒരു മനുഷ്യനാണ് നോഹ. സ്തോത്രം. ഈ നോഹയുടെ കാലത്തെ നമ്മൾ അറിയണമെങ്കിൽ സ്തോത്രം, നോഹയുടെ ആ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മളൊന്ന് ചെല്ലണം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ലോകത്തിന്റെ ആധുനിക സിസ്റ്റത്തിന്റെ നെറുകയിലാണ്. സ്തോത്രം. നമ്മൾ ഇന്ന് കാണുന്നു AI ടെക്നോളജി. വരാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും മികച്ചൊരു ടെക്നോളജിയിലാണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ സമയം വരെയും നമ്മൾ ChatGPT, ഗൂഗിള്, ഇതിനോടൊക്കെ സെർച്ച് ചെയ്ത് പലവിധമായ സംശയങ്ങൾ ചോദിച്ചു പോയിക്കൊണ്ടിരുന്നു. ഗൂഗിളിനോട് സെർച്ച് ചെയ്ത് ചോദിക്കുമ്പോൾ ഗൂഗിള് ഒരു ചോദ്യത്തിന് 10 ഉത്തരങ്ങൾ ഒരുപക്ഷെ തരും. അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും അനുയോജ്യമായത് നമ്മൾക്ക് തിരഞ്ഞെടുക്കാമായിരുന്നു. പക്ഷേ ഇന്നത്തെ സിസ്റ്റം അങ്ങനെയല്ല. 10 ഉത്തരം വരത്തില്ല. AI ചോദിക്കുമ്പോൾ ഒറ്റുത്തരമേ വരത്തുള്ളൂ. അത് ഏറ്റവും മികച്ചതും ഏറ്റവും ശ്രേഷ്ഠമേറിയതും ഏറ്റവും തികവുള്ളതുമായിരിക്കും.
ഒറ്റുത്തരമേ തരത്തുള്ളൂ. അത് കറക്റ്റ് ആയിരിക്കും. നമുക്ക് ഏറ്റവും അമൂല്യമായത്, വേണ്ടത്, തികവേറിയത് നൽകി തരുവാൻ ഇടയായിത്തീരും. അങ്ങനെ സ്വന്തം ടെക്നോളജിയുടെ സ്വന്തം ഏകദേശം നിലവാരത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇനി സ്വന്തം ഈ സിസ്റ്റം ഒന്ന് മാറണം. ഏത്? ഈ ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ആധാർ കാർഡ് അത് മാറിയിട്ട് എന്ത് വരും? ചിപ്പ് വരും. മനുഷ്യന്റെ നെറ്റിയിലോ കയ്യിലോ പതിപ്പിക്കത്തക്ക നിലവാരത്തിലുള്ള ചിപ്പ് വരുന്ന ആ ഒരു പ്രക്രിയയും കൂടി ആയിക്കഴിഞ്ഞാൽ ഏകദേശം വിശുദ്ധ വേദപുസ്തക പറയുന്ന കാര്യങ്ങൾ അതിന്റെ 99% എത്തിച്ചേരുവാൻ ഇടയായിത്തീരും. മാത്രമല്ല, ഇന്ന് നമ്മൾ പള്ളിയിലും അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പല സ്ഥലങ്ങളിലും പൂജാഗിരികളിലും ഒക്കെ വെച്ച് ആരാധിക്കുന്ന, പലരും ആരാധിക്കുന്ന, മുൻകാലങ്ങളിൽ നമ്മളും ആരാധിച്ചിരുന്ന ഇതിനെല്ലാം എടുത്തു മാറ്റിയിട്ട് പകരം ജീവനുള്ളതുപോലെ തോന്നിക്കുന്ന ദൈവം അവിടെ പ്രത്യക്ഷപ്പെടും. ഒരു മാനുഷിക ദൈവം. ആ ദൈവത്തോട് ഏത് മനുഷ്യൻ ഏത് സമയത്ത് ചോദിച്ചെന്നാലും ആ ദൈവം അവർക്ക് ഉത്തരം കൊടുക്കുകയും അവരുടെ കാര്യാദികൾ സാധിപ്പിച്ചു കൊടുക്കുവാൻ തക്ക വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമായിരിക്കും. സംസാരിക്കുന്ന ദൈവം. ഇന്ന് പുരുഷന്മാർ, ഇന്ന് സ്ത്രീകൾ തങ്ങളോട് കൂടെ ജീവിത അവസാനം വരെയും സംസാരിച്ചും ഒരുമിച്ച് നടക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള റോബോട്ടുകളെ ഉണ്ടാക്കിയെടുത്തിരിക്കുക. നല്ല സുന്ദരിമാരായിരിക്കുന്ന, കൂടെ കൊണ്ടു കിടക്കാൻ പറ്റുന്ന റോബോട്ട് ഭാര്യമാർ, റോബോട്ട് ഭർത്താക്കന്മാർ ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട്. പ്രിയമക്കളെ, കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പൈസ കൊടുത്ത് വില കൊടുത്ത് വാങ്ങിച്ചാൽ കറണ്ട് മാത്രം കൊടുത്താൽ മതി. ഹല്ലേലൂയ. എന്തും ചെയ്യും. ഒരു സ്ത്രീ കിച്ചണിൽ പാചകം ചെയ്യുന്നത്, ഭർത്താവിന് എത്ര സമയത്താണ് ബെഡ് കോഫി വേണ്ടത് കൃത്യമായി കൊണ്ടുവന്ന് കൊടുത്ത് തൻ്റെതായ ദിനചര്യകളെ പരിചരിക്കാൻ കഴിവുള്ള ബുദ്ധിയുള്ള എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ബുദ്ധിക്കപ്പുറമായിട്ടുള്ള ഒരു പ്രവർത്തി ചെയ്തെടുക്കുന്ന അങ്ങനെയുള്ള റോബോട്ടുകളെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എങ്കിലും ഞാൻ പറയുന്നത്, പാപത്തിന് ആധുനിക സിസ്റ്റം എന്നില്ല, പുരാതന സിസ്റ്റം എന്നില്ല. പാപം അന്നത്തെ പോലെ തന്നെ ഇന്നുമുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതാണ് യേശു നമ്മളെ വിവരിച്ച് കാണിക്കുന്നത്. പാപം ഇന്ന് എത്രത്തോളം നെറുകയിൽ നിൽക്കുന്നുവോ അതിന് അതുപോലെ തന്നെ ഒരു പാപം ചെയ്തൊരു ലോകമുണ്ടായിരുന്നു. ഏത് സിസ്റ്റത്തിൽ ഒന്ന് ചിന്തിച്ചു കൊള്ളണം. ഇന്ന് ആധുനിക കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എല്ലാം പോക്കറ്റിലാണ് പാപം കിടക്കുന്നത്. ലോകത്തിന്റെ ഏത് സാഹചര്യങ്ങളും ഇതിൻ്റെ അകത്ത് നോക്കി ടൈപ്പ് ചെയ്യാൻ അറിയാത്തവനെ പറഞ്ഞാൽ മതി, അത് വരും, സെക്കൻഡിൽ വരും. പ്രിയ മക്കളെ, അങ്ങനത്തെ ഒരു ടെക്നോളജിയിലാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ ഇത്രത്തോളം പാപം ചെയ്ത മനുഷ്യനിങ്ങനെ കയറി പോവുക. പക്ഷേ ഇതൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ മനുഷ്യന്റെ പാപം എന്ത് ചെയ്തു? പെരുകി. ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ പാപം പെരുകി. ഈ കാലഘട്ടത്തെയാണ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴും യേശു കർത്താവ് പറയുന്നത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവ്. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും സംഭവിക്കും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി, അന്നത്തെ ഭീകരമായ പാപം. ഇന്ന് ടെക്നോളജികൾ ഇത്രത്തോളം അന്നത്തെ പാപം അതുപോലെ തന്നെ ആ നാളിലുള്ളത് പോലെ തന്നെയായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതെന്ന് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുക. എന്താ? തമ്മിൽ സ്നേഹമില്ലാത്ത കാലം. അപ്പനെന്നോ അമ്മയെന്നോ ഭാര്യയെന്നോ മക്കളെന്നോ കൊച്ചുമക്കളെന്നോ അവരുടെ മക്കളെന്നോ തിരിച്ചറിയാൻ പറ്റാത്തൊരു കാലം. മാധ്യമങ്ങളിൽ, പത്രങ്ങളിൽ വാർത്തകൾ വരുന്നത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളല്ലേ? ജനിച്ച ഉടനെ തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ കഴുത്ത് ഞെരിച്ച് കൊന്ന് അതും വിവാഹം കഴിക്കാത്ത എത്രയോ സഹോദരിമാർ ഈ കാലഘട്ടത്തിൽ അതുപോലെ ദുരുപയോഗം ചെയ്യുന്നു. അല്ലെങ്കിൽ ദോഷപ്രവർത്തികളിലേക്ക് തിരിഞ്ഞ് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കൊന്നുകളയുന്ന അമ്മമാരുടെ എണ്ണം പെരുകുന്നു. സ്വത്തിന് വേണ്ടി, അല്ലെങ്കിൽ അല്പം നന്മയ്ക്ക് വേണ്ടി സ്വന്തം സഹോദരനെയും അമ്മയെയും അപ്പനെയും വരെ ചുട്ടുകൊല്ലുന്ന ഒരു കാലം. ഈ കാലഘട്ടത്തിലല്ലേ പ്രതിമക്കൾ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത നമ്മളെ ഞെട്ടിപ്പിക്കുന്നത് 2025 തുടങ്ങിയതിന് ശേഷം ഇന്ന ദിവസം ജൂലൈ മാസം ഈ ദിവസം വരെ നിൽക്കുമ്പോൾ എല്ലാ ദിവസങ്ങളും തന്നെ പത്രത്തിൽ വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതല്ലേ? ഹല്ലേലൂയ. മാധ്യമങ്ങൾ തുറന്ന് മാധ്യമത്തിൽ വാർത്തകളുമായി നിൽക്കുന്ന വ്യക്തിത്വങ്ങൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നല്ലൊരു വാർത്ത നിങ്ങളോട് അറിയിക്കണമെന്നാണ് ഞങ്ങൾക്ക് താല്പര്യപ്പെട്ട് ഓരോ പ്രഭാതത്തിൽ നിൽക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു വാർത്ത പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തെ ലോകം പോകുന്നത്. ആമേൻ.
മരണം നമ്മെ തമ്മിൽ പിരിക്കും വരെ ഒരുമിച്ച് ജീവിച്ചു കൊള്ളാമെന്ന് അമ്മ ഉടമ്പടി ചെയ്യുന്ന ഭാര്യ ഭർത്തൃ ബന്ധത്തിനകത്തളത്തിൽ അമിസ്വതം ഓരോരുത്തൻ കയറിയിട്ട് അമ്മ ഇവരെ ഒരുത്തനെ കൊല്ലുക, ഒരുത്തിയെ കൊല്ലുക, കൊന്നിട്ട് മറ്റൊരുത്തനുമായിട്ട് ജീവിക്കുക. ഉടമ്പടികൾക്കും ദൈവഭയത്തിനും അമ്മ സ്ഥാനമില്ലാതെ വണ്ണം കടന്നു പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടെങ്കിൽ ഈ കാലഘട്ടമാ പ്രിയ മക്കളെ. അമ്മ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ആരെ വിശ്വസിക്കും? വിശ്വാസമുണ്ടോ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വന്തം പ്രിയ ജോഷുവിടെ അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾ ഒരു കോളേജിൽ പോയിരിക്കുക. അപ്പോൾ അവിടെ ഒത്തിരി കുട്ടികളുണ്ട്, ഞങ്ങൾക്ക് മുമ്പാകെ നിൽക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ അവിടുത്തെ സ്വന്തം മാനേജ്മെന്റ് അവർ മാതാപിതാക്കളോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഞങ്ങളൊന്ന് കേൾക്കാനിടയായി തീർന്നു. സ്തോത്രം. ഓരോരുത്തരും പറഞ്ഞ് അവർ ഉപദേശിക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എല്ലാം സ്കൂളിൻ്റെതായ സിസ്റ്റമാറ്റിക്കലായ പഠിപ്പിക്കലിൻ്റെ വിധങ്ങൾ, സ്തോത്രം, സ്കൂൾ സ്തോത്രം ഗ്രൂപ്പ്, അതിലേക്ക് വാട്സപ്പ് വരുന്ന അതിൻ്റെ അകത്തൊക്കെ മെസ്സേജ് ഇടുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവർ പറയുന്നത്, മക്കളെ കണ്ണുമടച്ച് മാതാപിതാക്കൾ എന്ത് ചെയ്യരുത്? വിശ്വസിക്കരുത്. സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിലിരുത്തി മക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവിടുത്തെ ഇന്നത്തെ അധ്യാപകർ, നമ്മുടെ ഫിലോസഫിസ്റ്റൊക്കെ കുഞ്ഞു കുട്ടികൾക്ക് വരെ സ്വന്തം നല്ലൊരു ഫൗണ്ടേഷനായിട്ട് ക്ലാസ് കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു അധ്യാപികയാണ് സ്വന്തം. അവർക്കൊക്കെ അറിയാം ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സ്വന്തം ഇന്ന് സ്വന്തം കുഞ്ഞുങ്ങളെ നോക്കിയിട്ട് സ്വന്തം മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കത്തില്ല. ഒരു സൈഡിൽ കൊച്ചിനെ പഠിപ്പിക്കാനുള്ള ഒരു പൈസ ഉണ്ടാക്കുമ്പോൾ തന്നെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മറ്റൊരു സൈഡിൽ ഈ മാതാപിതാക്കൾ 60 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ജീവിക്കാനുള്ള ഒരു വക കൂടി അവർ കരുതുകയാണ്. മ്യൂച്വൽ ഫണ്ടുകൾ, ഇൻഷുറൻസുകൾ ഏറ്റവും കൂടുതൽ കുതിച്ചു വർദ്ധിച്ചൊരു കാലഘട്ടമുണ്ടെങ്കിൽ ഈ കാലഘട്ടമാണ്. സ്വയത്തിലേക്ക്, ജീവിതത്തിലേക്ക് നോക്കി അധ്വാനിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ജീവിക്കണ്ടേ, സുരക്ഷിതത്തിന് ആവശ്യമേറിയ ഒരു നന്മ കൂട്ടിവെക്കുന്ന ആളുകളുടെ സംഖ്യ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടം ഈ കാലഘട്ടമാണ്. നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിക്കൊള്ളണം. മുമ്പത്തെ കാലഘട്ടത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഒരു വീട്ടില് 5, 6, 7, 8, 9, 10 അല്ലെങ്കിൽ 1, 2, 3, 4 മക്കളൊക്കെ ഉണ്ട്. ഈ മക്കളായിരുന്നു മാതാപിതാക്കളുടെ സമ്പാദ്യം. വേറൊരു സമ്പാദ്യമില്ല. എൻ്റെ കൊച്ചു വളരും, എന്നെ നോക്കും, എൻ്റെ മകൾ വളരും, എൻ്റെ മകൻ വളരും, എന്നെ നോക്കും, എന്നെ സംരക്ഷിക്കും. ഇന്ന് എത്ര മാതാപിതാക്കൾക്കാണ് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത്, എൻ്റെ മക്കൾ എന്നെ നോക്കുമെന്ന്? അവർ വിധി എഴുതുന്ന ഒരു കാര്യമുണ്ട്, അവരെ വളർത്തി അവരുടെ പാടിന് വിടുകയാണ്. സ്തോത്രം. കാരണം 100% ഉറപ്പുണ്ട് തൻ്റെ കുഞ്ഞുങ്ങൾ തങ്ങളെ അവസാനം വരെ നോക്കുകയില്ല എന്ന്. കാരണം അതുപോലത്തെ ഒരു കാലഘട്ടമായി പോയി. ലോകത്തിലെ പല വാർത്തകളും സ്വതം അതുപോലെ നമ്മളെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾ സ്വതം ഒരു അമ്മയെ മകൻ ചവിട്ടിക്കൊന്നു, ഒരമ്മയെ മകൻ ചുട്ടുകൊന്നു. സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരു സമയത്ത് നമ്മൾ കേൾക്കുന്നത്, ജനിപ്പിച്ചത് കൊണ്ട് ഒരു മാതാവിനെ മകൻ തലക്കടിച്ചു കൊന്നു. സ്തോത്രം. ഇതൊക്കെ ഈ കാലഘട്ടത്തിലല്ലേ കേൾക്കുന്നത്? ഈ വാർത്തകൾ നമ്മൾ എവിടെ കൊണ്ട് എത്തിക്കുന്നു? മനുഷ്യന്റെ പാപം, ഹൃദയ വിചാരങ്ങൾ ഏതു സമയത്തും സ്വന്തം ദോഷം എന്നുള്ളത് അന്നത്തെ കാലഘട്ടം പോലെ ഇന്നത്തെ കാലഘട്ടത്തിലും തെളിയിക്കുകയാ പ്രിയ മക്കളെ. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളോട് പറയുന്ന ഒരു സന്ദേശമാണ്. നമുക്ക് വായിക്കാം 26-ാം വാക്യം മുതൽ. സ്വന്തം 17-26 ലൂക്കോസ് സുവിശേഷം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ മനുഷ്യപുത്രന്റെ നാളിലും ഉണ്ടാകും. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു. സ്തോത്രം. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്തോത്രം, നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും എന്ത് ചെയ്യും? സംഭവിക്കും. എങ്ങനെയായിരുന്നു? അവര് വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോരുന്നവരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുക. വിവാഹം കഴിച്ചും പോരുന്നവരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അനുപമ എന്ന് പറയുന്ന ഒരു സ്വതന്ത്രം ഡോക്ടറുടെ സ്വതന്ത്രം സാക്ഷ്യം ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ കേട്ടോ? സ്വതം അനുപമ എന്ന് പറയുന്ന ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കുന്ന ഒരു ഡോക്ടർ താനിങ്ങനെ പറയുകയാണ്. സ്വതം ആദ്യ കാലഘട്ടത്തിൽ, അതായത് ആ ഡോക്ടർ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് ചാർജ് എടുത്ത് ഏറിയ കാലം കഴിഞ്ഞ സമയത്ത് സ്വതന്ത്രം ഒരു കുഞ്ഞിനെ ഒരു ഭ്രൂണഹത്യ നടത്തണമെന്നുണ്ടെങ്കിൽ അതവർക്ക് വലിയ ഭാരമായിരുന്നു. അത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് വരും, അവരോട് പറഞ്ഞ് ഇവർ മനസ്സിലാക്കിയതിനു ശേഷം അവർ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ സ്വതം അത് മാറി. പിന്നത്തേതിൽ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് സ്വതം 2 വ്യക്തിത്വങ്ങൾ വരും. അവർ വിവാഹിതരല്ല. അവര് കടന്നു വന്നിട്ട് പറയുന്നത്, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണ്.
ഈ കുഞ്ഞിനെ ഞങ്ങളിൽ നിന്ന് ഒഴിവാക്കി തരണം. ആ സമയത്ത് ഞങ്ങൾക്കുണ്ടാകുന്ന വേദന എന്ന് പറയുന്നത് ചെറുതായിരുന്നില്ല. പക്ഷേ ഇന്ന് അവർ പറയുന്നത് ഞങ്ങളെല്ലാം ശീലിച്ചു. ഇന്നിപ്പോൾ ഭർത്താവായിട്ട് ഒരാൾ വരണമെന്നില്ല, പുരുഷനായിട്ട് ഒരാൾ വരണമെന്നില്ല, ഈ കൊച്ചിൻ്റെ അപ്പൻ വരണമെന്നില്ല, ആരും വരണ്ട. ആ പെൺകുട്ടി തനിച്ചു വന്ന് പറയുകയാണ് 6 മാസം വരെ എത്തുന്നത് മുമ്പുള്ള ആ ഭ്രൂണത്തെ ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്ന് അധികാരികളിൽ നിന്ന് പോലും അതിൻ്റെ ഒരു നിയമം കിടക്കുകയാണ്. ഡോക്ടേഴ്സ് അതിന് വിധേയപ്പെട്ടേ മതിയാകും. അത് ചെയ്തു കൊടുക്കുന്ന പല ഹോസ്പിറ്റലുകളിൽ അവരത് വിധേയപ്പെട്ടേ മതിയാകൂ. ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാ. ആ കുട്ടി സ്വതം മാരീഡ് ആണോ, അൺമാരീഡ് ആണോ, സ്വതം ഏത് വീട്ടിൽ താമസിക്കുന്നു, ഏതാണ് ഈ കുട്ടിയുടെ ഹസ്ബൻഡ്, ഏത് കുടുംബത്തിലുള്ള, ഒന്നും ചോദിക്കാൻ പാടില്ല. സ്വതം ചെന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സ് അത് ചെയ്തു കൊടുത്തേ മതിയാകൂ. നമ്മൾ നിൽക്കുന്ന ആധുനിക കാലഘട്ടം എന്ന് പറയുന്ന ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രവർത്തികൾ ഇങ്ങനെ നടക്കുന്നു എന്ന് ആ ഡോക്ടർ, ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കുന്ന ഡോക്ടർ തലയിൽ കൈവച്ച് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുന്നത്. സ്വതം വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോരുന്നൊരു കാലഘട്ടം, വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോരുന്നൊരു കാലഘട്ടം. വിവാഹത്തിന് നിന്ന് കൊടുക്കാൻ ആളെ കിട്ടുന്നില്ല പ്രിയ മക്കളെ. സ്തോത്രം. മാതാപിതാക്കൾ മക്കളെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് ഉയർത്തി അതിനുവേണ്ടി വിശ്വാസകോണത്തിൽ പോലും ഇടിവിൽ നിന്ന് കരഞ്ഞു ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്തിനു വേണ്ടി? എൻ്റെ കുഞ്ഞിനൊന്ന് കല്യാണം കഴിപ്പിക്കാൻ ഇടയുണ്ടാക്കണമേ. പൈസ ഇല്ലാഞ്ഞിട്ടല്ല, സ്വതം വിവാഹം കഴിപ്പിച്ചഴക്കാൻ നന്മയില്ലാഞ്ഞിട്ടല്ല, കുഞ്ഞിന് സൗന്ദര്യമില്ലാഞ്ഞിട്ടല്ല, ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല, കുഞ്ഞിന് ജോലി ഇല്ലാഞ്ഞിട്ടല്ല, കയ്യിലൊന്ന് കിട്ടണം. ആ പ്രായം വരെയും വിവാഹത്തിന്റെ പ്രായം വരെ കയ്യിലൊന്ന് കിട്ടത്തക്ക നിലവാരത്തിൽ മാതാപിതാക്കൾ ഇടിവിൽ നിന്ന് കരയുകയാണ്. കർത്താവേ, വിവാഹപ്രായം എത്തിയിരിക്കുകയാണ്, കല്യാണം കഴിപ്പിച്ചടക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ഞങ്ങൾക്ക് തരണമേ. കാരണം അതുപോലും ഇല്ലാതായി തീരുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പ്രിയമക്കളെ ഞാനും നിങ്ങളും കാൽച്ചുവടുകൾ വെക്കുന്നത്. തിരുവെഴുത്തിൽ പറയുന്നത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിൽ സംഭവിക്കും. അവര് സ്വതന്ത്രം വിവാഹത്തിന് നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെയും അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. ഇതാണ് നോഹയുടെ കാലഘട്ടത്തിൽ സംഭവിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് പട്ടിണി എന്ന് പറയാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടായിരുന്നു. ഏകദേശം ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് 29 കോടിയോളം ജനം പട്ടിണിയിലുണ്ട്. എന്നാൽ കേരളത്തിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ പട്ടിണികളൊക്കെ ദൈവം മാറ്റിയില്ലേ പ്രീതി മക്കളെ? എന്തുമായിക്കോട്ടെ, സ്വതം ആര് ഭരിച്ചെന്നാലും സ്വതം നമ്മൾക്ക്, പ്രത്യേകിച്ച് ദൈവ മക്കൾക്ക് രാഷ്ട്രീയമില്ല. നമ്മൾക്ക് ഏത് ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നൊരു ദൗത്യം മാത്രമേ നമുക്കുള്ളൂ. ഇന്ന് കേരളത്തെ ഭരിക്കുന്ന ഏത് മന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു ദൗത്യം മാത്രമേ നമ്മൾക്കുള്ളൂ. ഇന്ന് രാജ്യത്തെ ഭരിക്കുന്ന ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനേ നമുക്കുള്ളൂ. നമ്മുടെ മുമ്പിൽ രാഷ്ട്രീയമില്ല. ഭരിക്കുന്നവരെല്ലാം സ്വർഗത്തിലെ ദൈവമാക്കി വെച്ചിരിക്കുന്ന ഭരണാധികാരികളാണ്. മുഖപക്ഷം കൂടാതെ വണ്ണം നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നാൽ ആരും തന്നെ ഭരിക്കട്ടെ പ്രിയമക്കളെ. ഇന്നത്തെ സിറ്റുവേഷൻ ഒന്ന് നോക്ക്, ഇന്നത്തെ സാഹചര്യം ഒന്ന് നോക്ക്. സ്വതം രാഷ്ട്രീയ ചർച്ചകൾ പലതും നടക്കുമ്പോഴും 1 രൂപ കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ ഹോസ്പിറ്റലുകളിൽ നിന്ന് അത്യാവശ്യം നിനക്കുള്ള മെഡിസിൻ ലഭിക്കുന്നുണ്ടോ? അതും താഴ്ത്ത തട്ടിലുള്ള വ്യക്തിത്വങ്ങളാണെങ്കിൽ, അതിലും താഴ്ത്ത കാർഡുള്ള ആളുകളാണെങ്കിൽ 1 രൂപ പോലും എന്ത് ചെയ്യണ്ട, കൊടുക്കണ്ടെന്നേ. ഫ്രീ ആയിട്ടുള്ള സ്വതം മെഡിസിൻ നിനക്ക് കിട്ടുന്നുണ്ടോ? സ്വതം കഴിഞ്ഞ നാളുകളിലൊക്കെയും ഒരു 5 വർഷം 10 വർഷത്തിന് മുമ്പ് ലഭിച്ചിരുന്ന റേഷനാണോ ഇന്ന് കടയിൽ നിന്ന് ലഭിക്കുന്നത്? എടുത്തുകൊണ്ടുപോകാൻ പറ്റാത്ത നിലവാരത്തിൽ ചുമന്നു കൊണ്ടുപോകത്തക്ക നിലവാരത്തിലുള്ള റേഷൻ ഇന്ന് ലഭിക്കുന്നില്ലേ? സ്വതം പട്ടിണി എന്ന് പറയുന്നത് ഇല്ല പ്രിയമക്കളെ. നല്ലത് കഴിക്കാനും മറ്റുള്ളവർ ജീവിക്കുന്നത് പോലെ ജീവിക്കുവാനുള്ള ആഗ്രഹം നേടുമ്പോൾ വരുമ്പോഴുള്ള ഒരു ഭാരം മാത്രമേ നമുക്കുള്ളൂ. സ്വതം ഒരുത്തൻ പോലും പട്ടിണി കിടക്കുന്നുണ്ടെന്ന് എനിക്കറിയുന്നില്ല. ഹല്ലേലൂയ. ദൈവം മാറ്റി അതുപോലത്തെ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. അവർ തിന്നും കുടിച്ചും. പണ്ടത്തെ കാലഘട്ടത്തിൽ ആഹാരം കിട്ടാതെ വണ്ണം പലരും അതിസാരം പിടിച്ചും സ്വതം പല രീതിയിൽ രോഗങ്ങൾ പിടിച്ച് മരിച്ചുപോയി. ഇന്നത്തെ കാലഘട്ടത്തിൽ തിന്ന് കൊഴുപ്പ് കയറി മരിച്ചു പോകുക ഇല്ലേ? സ്വതം ഭക്ഷണങ്ങൾ നിരത്തി വെച്ചിട്ട് മേശപ്പുറത്ത് ഇരിക്കുന്ന ഭക്ഷണത്തെ നോക്കി ചോദിക്കുക, ഇതെനിക്ക് കഴിക്കാമോ? നെയ്യിലുണ്ടാക്കിയതാണോ, എണ്ണയിലുണ്ടാക്കിയതാണോ, വറുത്തതാണോ, പൊരിച്ചതാണോ? ഇന്ന് എന്തോരം ആളുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നത്, ഉള്ളത് കഴിക്കാതെ ജീവിക്കുന്നത്.
പണ്ടത്തെ കാലഘട്ടത്തിൽ എന്ത് കിട്ടിക്കഴിഞ്ഞാലും കഴിക്കും ഇല്ലേ? ഞാൻ പലപ്പോഴും പറയേണ്ട, ആമക്കുരു കിട്ടിയെന്നാലും അതും പൊട്ടിച്ചെന്ത് ചെയ്യും? ഇത്രയുള്ള ആ കുരു, ചെറിയ കുരു, അതിന്റെ പരിപ്പെടുത്ത് കഴിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആമേശ്വത കിട്ടുന്നതെല്ലാം കഴിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് മേശപ്പുറത്ത് നിരത്തി വെക്കുന്നതിനെ നോക്കിയിട്ട് അയ്യോ ഇതെനിക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളൊന്ന് നോക്കും ഇല്ലേ? ആമ നോക്കിയിട്ട് വേണമെങ്കിൽ ആമേശ്വത എണ്ണ കൂടുതലുള്ള പലഹാരങ്ങളാണെങ്കിൽ ടിഷ്യൂ പേപ്പർ മേടിച്ച് അത് എണ്ണ വരെ എന്ത് ചെയ്തു ആമേശ്വതം തുടച്ച് കളഞ്ഞാ കഴിക്കുന്നത്. അന്ന് എണ്ണ നോക്കാറില്ല, ആമേശ്വതം എണ്ണ നോക്കാറില്ല, ഒന്നും നോക്കാറില്ല, കിട്ടുന്നതെല്ലാം കഴിക്കുമായിരുന്നു. പ്രൈസലോ. എന്തിനേറെ കന്നുകാലികൾക്ക് കൊടുക്കുന്ന ആമേശ്വത പിണ്ണാക്ക്, കപ്പലിന്റെ പിണ്ണാക്ക്, തേങ്ങാ പിണ്ണാക്ക്, അങ്ങനെയുള്ള പിണ്ണാക്ക് വരെ വയറ് നിറച്ച് കഴിച്ചൊരു കാലഘട്ടം നമ്മുടെ ജീവിതത്തിൽ ഇല്ല പ്രിയ മക്കളെ. ഹല്ലേലൂയ. ഇന്നത്തെ സിറ്റുവേഷൻ എങ്ങനെയാ? ഇത് വരണം, ഇത് വരുത്തും. കർത്താവിന്റെ വചനത്തിൽ പറയുന്നത് അവര് തിന്നും കുടിച്ചും. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവർ വിവാഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ മടിയാ. ആമേശ്വരം ഞാൻ വരുന്നില്ല കേട്ടോ, അവിടെ പോയിട്ട് ബുഫേക്ക് ആയിരിക്കോളും വാങ്ങിച്ച് ഇങ്ങനെ ഒക്കെ നിന്ന് തിന്നണം എന്നൊക്കെ പറഞ്ഞു. പണ്ടത്തെ കാലഘട്ടത്തിൽ കല്യാണം വിളിച്ച് ചെയ്യുന്ന ഒരാഴ്ചക്ക് മുമ്പേ ആ വീട്ടിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു കല്യാണം വിളിച്ചു കഴിഞ്ഞാൽ പ്രിയ മക്കളെ ആ വീടിന്റെ പരിസരത്തുള്ള കളികളായിരിക്കുള്ളൂ കുട്ടികളെല്ലാം. ആമേശ്വരം ഒരു കുന്നുകണക്കിന് കുട്ടികളുണ്ടാവും. ആമേശ്വരം പല വിധത്തിലുള്ള കളികളൊക്കെ ആയിട്ട് ആ കല്യാണം കഴിയുന്നത് വരെയും കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോക്ക് വരെയും അവിടെ കിടന്നുള്ള കളികളായിരിക്കുള്ളൂ. കാരണം ആഹാരം കിട്ടും. ആമേശ്വരം ആഹാരത്തിന് വേണ്ടിയുള്ള ആമേശ്വരം പരക്കം പാച്ചിലുള്ള ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ. ആമേശ്വരം ഇന്ന് അങ്ങനെയല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പല വിരുന്ന് വീട്ടുകളിൽ പോകാൻ മടിയാ. കാരണം വീട്ടിലുണ്ടെന്നേ. ആമേശ്വത വിരുന്ന് വീട്ടിൽ കിട്ടുന്നതിനേക്കാൾ ക്ഷേമമായി കഴിക്കാൻ തക്ക വിധത്തിൽ വീട്ടിൽ ഒരു നേരത്തെ ആഹാരം കുറയാതെ വണ്ണം ഉണ്ട്. ഇല്ല പ്രിയ മക്കളെ. പിന്നത്തേത് നമുക്ക് വരുന്ന ഭാരം എന്താണ്? ഭാരം കയ്യിലൊരു ബാലൻസ് ഇല്ല, കയ്യിലൊരു നന്മയില്ല. സഹോദരൻ ഒരു ഭാരമാണ്. പക്ഷെ മാറ്റാൻ ദൈവം ശക്തനാണ്. സ്ഥിതിഗതികൾക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ള ഒരു കർത്താവിനെ അത്രേ ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അവര് തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് വിവാഹം കഴിക്കുന്നതാണ് നമുക്ക് സഹോദരൻ അപകടം വരുത്തി വെക്കുന്നത്. വിവാഹം അവര് കഴിച്ചു പോന്നു. ആരോടും ചോദിക്കാറില്ല, അപ്പനോട് ചോദിക്കാറില്ല, അമ്മയോട് ചോദിക്കാറില്ല. ഇനി അപ്പനോ അമ്മയോ ശാസിച്ചവരെ വഴക്ക് പറഞ്ഞ് എന്തെങ്കിലും രീതിയിൽ ഒരു കയ്യേറ്റം ചെയ്തു കഴിഞ്ഞാൽ അപ്പനും അമ്മയും ജയിലിൽ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഞാൻ നിങ്ങളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം. പണ്ടത്തെ കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിനെ ഗുരുകുലത്തിൽ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ കൊണ്ടുപോയാക്കുമ്പോൾ നല്ലതുപോലെ പഠിപ്പിച്ചോളണം. ടീച്ചർമാരോട് നമ്മൾ പറയും അനുസരണം കേട് കാണിച്ചു കഴിഞ്ഞാൽ നല്ല തല്ല് വെച്ച് കൊടുത്തോ ടീച്ചറെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ ടീച്ചേഴ്സിന്റെ മുമ്പിൽ വെച്ച് അവർക്ക് അധികാരം കൊടുത്ത് കടന്നു പോരുന്നത് കൊണ്ട് കൊച്ചിന്റെ കാലിലെ തുടയിലൊക്കെ പല സ്ഥലത്തും പാടുണ്ടാകും. വൈകിട്ട് വീട്ടിൽ വരുമ്പോഴത്തേക്കും. പക്ഷെ ആരോടും പരാതി പറയാറില്ല. തല്ല് കൊണ്ടു എന്ന് പറയാൻ പേടിയായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ. കാരണം പഠിക്കാത്തത് കൊണ്ടാണ് തല്ലിയിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചും പറയും. വേണമെങ്കിൽ വീട്ടിൽ വെച്ചും തല്ല് കൊടുക്കും, നന്നായിട്ട് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയാണോ? ടീച്ചേഴ്സിനൊക്കെ ചോദിക്കണം. അവര് വറച്ചാ നിൽക്കുന്നത്. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ അതരത്തിൽ നിന്ന് മോശമായ എന്തെങ്കിലും വാക്കുകൾ വീണ് ഒരു ഇറുക്കൽ കൊണ്ട് അധ്യാപകനെ അടിച്ചു പോയാൽ അവന്റെ ഇടപാട് തീരും. ജയിലിൽ കയറേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്നത്തെ തലമുറകൾ പോകുന്നത്. എന്തിനേറെ കുഞ്ഞുങ്ങൾ വീട്ടിൽ വന്നത് കൃത്യമായിട്ട് പറയും. ആ മിസ് എന്നെ തല്ലി, ആ മിസ് എന്നോട് കോപിച്ചു, ആ മിസ് എന്നോട് ദേഷ്യപ്പെട്ടു, എന്നോട് മോശമായി പെരുമാറി. അപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് നല്ല രീതിയിലൊരു ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു അരങ്ങേറ്റം അവിടെ ഉണ്ടാകുവാനിടയായിത്തീരും. സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? ഒന്നില്ലെങ്കിൽ ആ മിസ്സിന്റെ ജോലി അവിടെ വെച്ച് നഷ്ടപ്പെടും, അല്ലെങ്കിൽ പരസ്യമായിട്ട് ഈ മാതാപിതാക്കളുടെ മുമ്പിൽ നിന്ന് ആ കൊച്ചിനോട് മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമാണ്. അധ്യാപകന്മാര് പോലും തലകുനിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിലേക്ക് സ്വർഗത്തിലെ ദൈവം നമ്മളൊന്ന് ചിന്തിപ്പിക്കുകയാണ്. എവിടേക്കാണ് ഈ പോക്ക് പോകുന്നത്? തലമുറകൾ നന്നായി വരുമോ? ഒരിക്കലുമില്ല. തലമുറകൾ ദോഷത്തിലേക്ക് പോകുകയാണ്. കൂടുതൽ സ്വാതന്ത്ര്യം അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പനോട് സ്നേഹമില്ല, അമ്മയോട് സ്നേഹമില്ല, അധ്യാപകരോട് സ്നേഹമില്ല, വളർത്തുന്നവരോട് സ്നേഹമില്ല, പരിസരവാസികളോട് സ്നേഹമില്ല, ചുറ്റുപാടുകളോട് സ്നേഹമില്ല. ഇവരാരെയാ സ്നേഹിക്കുന്നത്? കാലഘട്ടം അതുപോലെ പോയിക്കൊണ്ടിരിക്കുന്നതല്ല പ്രിയ മക്കളെ. നമ്മളൊന്ന് തിരിഞ്ഞൊന്ന് ചിന്തിക്കാമോ? മടങ്ങി ഒന്ന് വരാമോ? പരിശുദ്ധ ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ഇതെല്ലാം നമ്മളോട് പറയുന്നതിന്റെ കാരണം എന്താ അറിയാമോ? നമ്മൾ ആ ട്രാക്കിൽ സഞ്ചരിക്കരുത്. അപ്പന്റെ വരവെടുത്തിരിക്കുക, യേശു കർത്താവിന്റെ വരവെടുത്തിരിക്കുക. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് നമ്മുടെ യേശു നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നലെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോൾ വരച്ചു വെച്ചതല്ല ഈ പുസ്തകത്തിൽ. ഇതിങ്ങനെ വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പാകെ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ പേര് സത്യവേദ പുസ്തകം എന്ന് പറയുന്നത്. സ്വതം
ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം സ്വതം ഉളവാക്കി വെക്കുന്ന എഴുതി വെക്കുന്ന ഒരു ചരിത്രമോ നിയമമോ അല്ല. സ്വതം ഈ കാലഘട്ടത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഇതിനകത്ത് കുറിച്ചു വെച്ചിരിക്കുകയാണ്. ഏതെല്ലാം കാലഘട്ടത്തിൽ എന്തെല്ലാം സംഭവിക്കും, കഴിഞ്ഞ നാളുകൾ സംഭവിച്ചുകൊണ്ടിരുന്ന യുദ്ധങ്ങൾ വരെ ഈ പുസ്തകത്തിനകത്തളത്തിൽ അടിവരയിട്ട് പറഞ്ഞിരിക്കുക. പ്രിയ മക്കളെ, ഇനിയുള്ള കാലഘട്ടത്തിൽ എന്ത് സംഭവിക്കുമെന്ന് സ്വതം AI-യോട് ചോദിക്കേണ്ട, സ്വർഗത്തിലെ ദൈവത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അതിനകത്തളത്തിലുള്ള വചനങ്ങൾ അതിന് തെളിവായി രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. സ്വന്തം ലോകത്തോട് ചോദിക്കണ്ട, മനുഷ്യനോട് ചോദിക്കണ്ട, സിസ്റ്റത്തോട് ചോദിക്കണ്ട. ഈ പുസ്തകത്തിൽ അതിനുള്ള ഉത്തരങ്ങൾ ഉണ്ട്. ഈ വചനം അത് തെളിവായി നമുക്ക് പറഞ്ഞു തരും. ഈ പുസ്തകം നമുക്ക് തെളിവായി പറഞ്ഞു തരും പ്രിയ മക്കളെ. അപ്പോ വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചു. ഇന്നത്തെ തലമുറകളുടെ സ്വഭാവത്തെ കുറിച്ച് തിമോത്തിയോസിന്റെ ലേഖനം 2 തിമോത്തിയോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 2 തിമോത്തിയോസ് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്ന് അറിയുക. സ്വതം അടുത്തത് 2-ാമത്തെ വാക്യം. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പുക പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും. അമ്മയപ്പന്മാരെ അനുസരിക്കാത്തൊരു തലമുറയുണ്ടെങ്കിൽ ഈ കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. സഹോദര, മാതാപിതാക്കൾ പേടിച്ചു പോകുകയാ, മക്കളുടെ മുമ്പിൽ ഞെട്ടിപ്പോകുകയാ. അന്ത്യകാലഘട്ടം. ദുർഘട സമയങ്ങൾ ഇത് വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിലെ പത്രമാധ്യമങ്ങളിലെ വാർത്തകൾ പ്രതിമക്കളെ നമ്മൾ ഞെട്ടിപ്പിച്ച് കളയുന്നതല്ലേ. വളർത്തി വലുതാക്കി സ്വന്തം ആഹാരത്തിന് ആഹാരം, വസ്ത്രത്തിന് വസ്ത്രവും കൊടുത്ത് പരിപോഷിപ്പിച്ച് വന്ന മകൻ അമ്മയെ ചുട്ടുകൊല്ലുന്നു, അപ്പനെ സ്വന്തം അടിച്ചു കൊല്ലുന്നു. ഹല്ലേലൂയ. എവിടെ കേട്ടിരിക്കുന്നു? ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കഴുത്തു ഞെരിച്ച് കൊന്നുകളയുന്നു. 9 മാസം വയറ്റിൽ കൊണ്ട് നടന്ന കുഞ്ഞുങ്ങളെയാണ് അമ്മമാര് കഴുത്തു ഞെരിച്ചു കൊന്നുകളയുന്നത്. ലോകത്തിൽ ഇന്ന് വരെ കാണാത്ത ദാരുണമായ അധപ്പതനത്തിലേക്ക് ലോകം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു മനുഷ്യനെയും ഭയമില്ല. സ്തോത്രം. 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നവനെ ഭയപ്പെട്ട് ജീവിക്കുന്ന അപ്പനും അമ്മയും. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ കേൾക്കാൻ കഴിയായിരുന്നു. പാസ്റ്ററെ, സ്തോത്രം, അവനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. അവൻ ആവശ്യപ്പെടുന്നത് കൊടുത്തില്ലെങ്കിൽ ഈ വീട്ടിലിരിക്കുന്ന ഈ സാധനങ്ങളെല്ലാം അവൻ അടിച്ചു തകർക്കും. വയസ്സെത്ര ഉണ്ടെന്നറിയാമോ? 13 വയസ്സേ ഉള്ളൂ. 13 വയസ്സുകാരൻ ഇതെല്ലാം അടിച്ചു തകർക്കും. ഞാൻ ചോദിച്ചു, ബ്രദറെ, നിങ്ങൾക്കൊണ്ട് അവനെ നിയന്ത്രിക്കാൻ പറ്റത്തില്ലേ? നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടല്ല, അവൻ പറയുന്നത് ഞാൻ മരിച്ചു കളയുമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആത്മഹത്യ ചെയ്യും, എന്റെ കാര്യം നിങ്ങൾ സാധിപ്പിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും, വേണമെങ്കിൽ നിങ്ങളുടെ പേരും കൂടി എഴുതി വെക്കും. പ്രൈസ് ദി ലോർഡ്. പിന്നെ മാതാപിതാക്കൾ തൊടോ? എത്രയോ ഡീഅഡിക്ഷൻ സെന്ററുകളായി ഈ കാലഘട്ടത്തിൽ തുറന്നിരിക്കുന്ന അറിയാമോ പ്രിയ മക്കളെ? സ്വന്തം മദ്യത്തിലും മയക്കുമരുന്നിലും പെട്ടുപോകുന്ന കുഞ്ഞുങ്ങൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സർവേ പുറത്തു വന്നു. 7-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മുതൽ സ്വന്തം മയക്കുമരുന്നിന് അഡിക്റ്റ. കുടുംബത്തിലുള്ള വ്യക്തിത്വങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ തീർന്നു. കാരണം എന്താണെന്നറിയാമോ? കുടുംബമാ, പക്ഷെ 3-4 ബെഡ്റൂമാ വീട്ടിലുള്ളത്. സ്വന്തം കൊച്ചിന് പേഴ്സണലായിട്ടുള്ള മുറി, ആ വീട്ടിൽ ആ മുറിക്കകത്ത് ആരും കയറാൻ പാടില്ല. അവന്റെ മൊബൈൽ ഫോൺ ആരും എടുക്കാൻ പാടില്ല. അവൻ പഠിക്കുന്ന കാര്യങ്ങളിലോ മറ്റോ ആരും ശ്രദ്ധിക്കാൻ പാടില്ല. അതെല്ലാം അവന്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാ. ആ മുറിക്കകത്ത് അവൻ കയറും. പണ്ടത്തെ കാലഘട്ടത്തിൽ 2-3 മുറിയുള്ള പ്രിയ മക്കളെ 5, 8, 10 വ്യക്തിത്വങ്ങൾ ഉണ്ടാകും. സ്വതം. ആ കാലഘട്ടം ഇതുപോലെ ആയിരുന്നില്ല. സ്വതം. ഹല്ലേലൂയ. നമ്മുടെ ഇടയിലുള്ള ഒരു കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറയുന്നത്. എന്റെയൊക്കെ ചെറുപ്രായത്തിലുള്ള കാലഘട്ടം അവിടെ എന്ന് പറയുന്നത് 2-3 മുറിയുള്ള, ഒന്ന് അടുക്കളയായിരിക്കും, 2 ബെഡ്റൂം, അതായത് ഒരു ഹാളും ഒരു ബെഡ്റൂമും, ഇത്രയേ ഉള്ളൂ. ഈ ഹാളിനകത്താണ് മക്കളെല്ലാം നിരന്ന് കിടന്നുറങ്ങുന്നത്. സ്വകാര്യതയില്ല. പഠിക്കുന്നതും ആ ഹാളിൽ വെച്ച് തന്നെയാ, ഉറങ്ങുന്നതും ആ ഹാളിൽ വെച്ച് തന്നെയാ. എല്ലാത്തിനും ഒരൊറ്റ മുറിയേ ഉള്ളൂ. ആ മുറിക്കകത്ത് സ്വതന്ത്രം പേഴ്സണാലിറ്റി ഇല്ല. സ്വതന്ത്രം. ആ മുറിക്കകത്ത് എല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇന്നത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല പ്രിയമക്കളെ. സ്വതം. അവരുടെ പ്രത്യേകമായ താല്പര്യങ്ങളാ. എന്റെ മുറിക്കകത്ത് ആരും കയറരുത്. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കേട്ടു, ഒരു പയ്യൻ അല്ലേ, അവന്റെ മുറിക്കകത്ത് മാധ്യമ പ്രവർത്തകർ ആളുകളൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയി. സ്തോത്രം. തിരുവനന്തപുരത്ത് അല്ലേ, സ്തോത്രം. അവന്റെ അപ്പനെ അവൻ എന്ത് ചെയ്തു? അടിച്ചു കൊന്നു, വെട്ടിക്കൊന്നു, മഴ കൊണ്ട്.
അവന്റെ മുറിക്കകത്ത് ഏറിയ വർഷങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തിത്വം ആ മുറിക്കകത്ത് കയറിയത്. സ്വന്തം കുടുംബത്തിൽ പാർക്കുന്ന പൈതല സ്വന്തം ആ മുറിക്കകത്ത് അവന് മാത്രമേ കയറാൻ പാടുള്ളൂ. സ്വകാര്യതയിലേക്ക് ലോകം തിരിഞ്ഞു. വചനം വിളിച്ചു പറയുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയം എന്ന് വരും എന്ന് നിങ്ങൾ അറിയുക. മനുഷ്യർ സ്വസ്നേഹികൾ. തനിക്ക് തന്നോട് മാത്രമേ സ്നേഹമുള്ളൂ. അപ്പനോട് സ്നേഹമില്ല, അമ്മയോട് സ്നേഹമില്ല, സ്വന്തം ബന്ധങ്ങളോട് സ്നേഹമില്ല. ഇന്ന് കുഞ്ഞുങ്ങളെല്ലാം കൈവിട്ട് പോകുന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? സ്വന്തം വല്യപ്പച്ചനുണ്ടാകും, കൊച്ചാപ്പനുണ്ടാകും, സ്വന്തം അമ്മായി ഉണ്ടാകും, ആന്റി ഉണ്ടാകും, സ്വന്തം അങ്കിളും ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ പാരമ്പര്യ സിസ്റ്റം തന്നെ മാറിപ്പോയില്ല പ്രിയ മക്കളെ. ഇന്ന് വല്യപ്പച്ചനെന്നും വല്യമ്മച്ചിയെന്നും സ്വന്തം കൊച്ചാപ്പനെന്നും കൊച്ചാമ്മ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? വളരെ റയറാ. ഇന്ന് കേൾക്കുന്നത് എന്താ? ആന്റി, അങ്കിള്, അല്ലേ? അപ്പന്റെ ആളുകളെയും വിളിക്കും സ്വന്തം അങ്കിളെന്നും, അമ്മയുടെ ആളുകളെയും വിളിക്കും അങ്കിളെന്നും. സ്വന്തം ഏതങ്കിളാണ് എന്ന് തിരിച്ചറിവ് കിട്ടിയിരുന്നില്ല. പണ്ടത്തെ കാലഘട്ടത്തിൽ അപ്പന്റെ ആളുകളെ വിളിക്കുന്ന അഭിസംബോധന ചെയ്യുന്ന പേരുകൾക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. അത് നമുക്ക് മനസ്സിലാകും. ഇത് അപ്പന്റെ റിലേഷനിൽപ്പെട്ട ആളുകളാണ്. അമ്മയുടെ റിലേഷനിൽപ്പെട്ട ആളുകളെ വിളിക്കുമ്പോൾ അതിനും പേരിൽ വ്യത്യസ്തതകളുണ്ടായിരുന്നു. അത് നമുക്കറിയാൻ പറ്റും. ഇത് അമ്മയുടെ ആളുകളാണ്. ഇന്ന് ആർക്ക് ആരെ അറിയാൻ പറ്റുന്നില്ല. കൂടെ കൊണ്ടു നടക്കുന്നവൻ ആരാണെന്ന് ചോദിക്കും. ഇതെന്റെ കസിനാണെന്ന് പറയുന്നത്. ആരാ? പ്രൈസലോ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയില്ലേ? പുതിയ പുതിയ പേരുകൾ. ഇതാരാ? ഇതെന്റെ ബെസ്റ്റിയാണെന്ന്. സോദരം കല്യാണം കഴിഞ്ഞ ഭർത്താവുമായിട്ട് ജീവിക്കുന്ന സഹോദരിയോടോ സഹോദരനോടോ മറ്റൊരു വ്യക്തിത്വത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത് ഇതെന്റെ ബെസ്റ്റിയാണ്. പഠിച്ച കാലം മുതലുള്ള എന്ത് കാര്യം ഷെയർ ചെയ്യുന്നത് ഞാൻ അവനോടാ അവളോടാ. പ്രൈസലോ. കാലഘട്ടം പോയത് കണ്ടോ പ്രിയ മക്കളെ? എന്റെ ഇഷ്ടമാ, എന്റെ സുഖമാ, എന്റെ ദുഃഖമാ ഞാൻ നോക്കും. നിങ്ങളൊന്നും അതിനകത്ത് തലയിടരുത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദോഷമാണ് മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും. ഒന്ന് ചിന്തിച്ചു നോക്കണം. ഏറ്റവും കൂടുതൽ ഫിനാൻസ് മേഖലകൾ പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുന്നതും ഏറ്റവും വിദ്യാസമ്പന്നരായ ആളുകൾ കൊള്ളയടിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടെങ്കിൽ ഇതാ. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ പത്രമാധ്യമങ്ങൾ കേട്ട ഒരു ജഡ്ജിയുടെ കയ്യിൽ നിന്ന് വരെ ഏകദേശം 93 ലക്ഷത്തോളം രൂപ സ്വന്തം കവർന്നെടുപ്പാനിടയായി തീർന്നു. സ്വന്തം 18%, 80% ഒക്കെ അവരെ ഇൻട്രസ്റ്റ് കൊടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിപ്പിച്ചു. മോഹമലയത്തിൽ വീണുപോയ അനവധി വ്യക്തിത്വങ്ങൾ, കയ്യും പോക്കറ്റും കാലിയായി പോയ ഒരുപാട് ആളുകളുടെ ചരിത്രം ഈ കാലഘട്ടത്തിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാമോ? ദ്രവ്യാഗ്രഹം. വേഗത്തിൽ സാമ്പത്തിക ശ്രേഷ്ഠതയിലേക്ക് എത്തിച്ചേരാം. ഒരിക്കലും നിങ്ങൾ മറിഞ്ഞു പോകല്ലേ പ്രിയ മക്കളെ. നമുക്കുള്ളത് ദൈവം നമുക്ക് തരും. നമുക്ക് കഴിക്കേണ്ടത് കർത്താവ് തരും. അർഹതപ്പെട്ടതാണെങ്കിൽ ദൈവം കരത്തിൽ തരും പ്രിയ മക്കളെ. ഹല്ലേലൂയ. നീ ഒന്നിന്റെയും പുറകെ ഓടണ്ട. വേഗത്തിൽ സമ്പന്നനാകാൻ ശ്രമിക്കുകയും വേണ്ട. യേശു നമ്മളൊരു പ്രാർത്ഥന പഠിപ്പിച്ചു, അന്നന്ന് വേണ്ട ആഹാരത്തിനായി, ഇല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് കരുതിക്കൊണ്ട് നീ ഭാരപ്പെടേണ്ട. ഇതൊക്കെ നിനക്ക് വേണ്ടതെന്ന് സ്വർഗത്തിലെ ദൈവം കാണുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുകയാണ്. നമ്മുടെ താല്പര്യം അറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവം. കേട്ടോ ബ്രദറെ? എന്ത് തിന്നും, എന്ത് കുടിക്കും, എന്തുടുക്കും എന്ന് കരുതി ഭാരപ്പെടണ്ട. സ്തോത്രം. ദൈവത്തിന് ഒരു പ്രവൃത്തി ചെയ്യാനുണ്ട്. റബന ഹസ്തൽ കടകരകക്ഷമാനകസി അന്തരെ സ്വതം മുങ്ങിത്താഴുന്ന സ്തോത്രം ഒരു കപ്പലിന്റെ ഏകദേശം സ്തോത്രം ഒരു ഭാഗം മുങ്ങി. ഇപ്പോൾ കാലി ചവിട്ടിയിരിക്കുന്ന പ്രതലത്തിൽ വരെ വെള്ളം കയറിയിട്ടുണ്ട്. സ്തോത്രം. ജീവിതത്തിന്റെ അച്ചുതണ്ട് സ്തോത്രം തിരിയാതെ വണ്ണം അത് സ്റ്റക്കായി നിൽക്കുകയാണ്. സ്വർഗത്തിലെ ദൈവം ഒരു പ്രവൃത്തി ജീവിതത്തിൽ ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ സ്വന്തം നഷ്ടപ്പെട്ടു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. അന്തര ജഗൽപവിട മനാസി അന്തരെ ചില ബാധ്യതകൾ ജീവിതത്തിൽ തട്ടി നിൽക്കുകയാണ്. എന്തു ചെയ്യും, എങ്ങോട്ട് പോകും? രണ്ടിനാലും ഞരങ്ങുന്ന ഒരവസ്ഥകളിലൂടെയാണ് എന്റെ മൃത്യു നിന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ വിശ്വസ്തനാണ്. സ്വന്തം ആരെയും ചതിക്കത്തില്ല. സ്വന്തം ഒരു പരിധി ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യാൻ മടിക്കാത്തൊരു ഹൃദയവും തന്റെ ജീവിതത്തിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വളരെ മോശമാണ്. വളരെ പ്രതികൂലമായ സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് നിന്നെ ഞാൻ താങ്ങി നടത്തുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വഴിയില്ലെന്നല്ല, വഴി ദൈവം തുറക്കും.
ഇന്ന് ചില വഴികൾ അടഞ്ഞു കിടക്കുകയാ. ആമേ, അടഞ്ഞു കിടക്കുന്ന ചില വഴികളെ തുറന്ന് പരിശുദ്ധ ദൈവത്തിനൊരു പ്രവൃത്തി ജീവിതത്തിൽ ചെയ്തെടുക്കാനുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. നിരാശയുടെ വാക്കുകൾ പറയരുത്, നിരാശപ്പെട്ടു പോകുകയും ചെയ്യരുത്. പ്രത്യാശയോടെ ഹല്ലേലൂയ, ദൈവമാർക്ക് കടക്കാരനല്ല. ആമേ, സർവശക്തനായ ദൈവത്തിന്റെ ഒരു പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെട്ടു വരുമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. എന്നെ കാണിക്കുന്നത് ഒരു ഗേറ്റാ, താഴ്ത്ത് പൂട്ടിയിട്ടിരിക്കുക, ചങ്ങലകൾ ഇട്ടിട്ടുണ്ട്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. അകത്തേക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്ത നിലവാരത്തിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു ഗേറ്റ്. എന്നാൽ ആമേ സ്തോത്രം, വചനം പറയുന്നു, ഇരുമ്പോടാമ്പലുകളെ അവൻ തകർക്കും, താമ്ര കതകുകളെ അവൻ ഉടച്ചു കളഞ്ഞുകൊണ്ട് ആമേ സ്തോത്രം അതിൻ്റെതായ ബന്ധനത്തെ നീക്കി അകത്തേക്കും പുറത്തേക്കും യഥേഷ്ടം സഞ്ചരിക്കാൻ തക്ക വിധത്തിൽ ഒരുക്കുന്നത് പോലെ അടച്ചു കളയുമെന്ന് ശത്രു വാദിക്കുമ്പോൾ അതിനെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് ദൈവപ്രവർത്തിക്കായി സ്വർഗത്തിലെ ദൈവം ഒരുക്കുന്ന ദിവസങ്ങൾ മുമ്പിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. വിശ്വസിക്കുക, ഭാരപ്പെടണ്ട. കർത്താവിന് ഒരു പ്രവൃത്തി ജീവിതത്തിൽ ചെയ്തെടുപ്പാനുണ്ട്. രണ്ടിനാലും ഞരങ്ങുകയാണ്. ആമേ സ്തോത്രം, എന്തു ചെയ്യും? ആമേ, രണ്ടിനാലും ഞരങ്ങിയ, പക്ഷെ ഒരു പ്രവൃത്തി ദൈവം ചെയ്യാൻ പോകുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ദ്രവ്യാഗ്രഹം. ആമേ സ്തോത്രം, ദ്രവ്യാഗ്രഹം. ആമേ, ദ്രവ്യാഗ്രഹങ്ങളും വമ്പ് പറയുന്നവരും ധാർഷ്ട്യക്കാരും. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഈ പുതിയ നിയമത്തിൽ തിമോത്തിയോസിന്റെ 2-ാമത്തെ ലേഖനത്തിന്റെ 3-ാമത്തെ അധ്യായത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയായിത്തീരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത്. ഈ ഒരു കാലഘട്ടം മുമ്പും ഉണ്ടായിരുന്നു എന്ന് ഓർപ്പിക്കുകയാണ് ലൂക്കോസ്. നോഹയുടെ ആമേ കാലം പോലെ മനുഷ്യപുത്രന്റെ കാലത്തും സംഭവിക്കും. ആമേ സ്തോത്രം, അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോരും. ആമേ സ്തോത്രം, അവര് ആമേ സ്തോത്രം തിന്നും കുടിച്ചും ഇല്ല പ്രിയ മക്കളെ. ഒരു കൂലിപ്പണിക്കാരൻ, ആമേ, ഇന്ന് ദൈവികമായ പ്രാർത്ഥനയിൽ കഴിയാത്തവൻ, ഒരു കൂലിപ്പണിക്കാരൻ ആമേ സ്തോത്രം 500 ആമേ സ്തോത്രം 1200 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആമേ സ്തോത്രം ആമേ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആമേ സ്തോത്രം ബീവറേജിൽ കയറി ആമേ ഒരു പൈന്റ് വാങ്ങിക്കും. ആമേ, ഇപ്പൊ ചേട്ടൻ പുറത്തൊന്നും പോയി കുടിക്കുന്നില്ല, സൈലന്റ് ആയിട്ട് വീട്ടിൽ വന്നിട്ടാണ് കഴിക്കുന്നത്. ആമേൻ. ഒരു എത്ര രൂപയെന്ന് എനിക്കറിയത്തില്ല, ഒരു അതിൻ്റെ പകുതി ശതമാനം പൈസ അങ്ങനെ പോകും. 600-700 രൂപ ആമേ സ്വതം അവിടെ പോകും. ബാക്കി 500-ആയിട്ടാണ് വീട്ടിൽ ചെല്ലുന്നത്. അതും ആമേ കറിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി മിച്ചം ആമേ, കാരണം ഭാര്യ തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. ആമേ സ്തോത്രം. അതല്ലെങ്കിൽ ആമേ റേഷൻ കടയിൽ നിന്ന് മഞ്ഞക്കാർഡോ അല്ലേ, മഞ്ഞക്കാർഡാണോ ഏറ്റവും താഴ്ന്നത്? ആ മഞ്ഞക്കാർഡായതുകൊണ്ട് ആവശ്യത്തിനുള്ള അരി കിട്ടുന്നുണ്ട്. ആമേ സ്വതം. അതുകൊണ്ട് തീറ്റക്കും കുഴപ്പമില്ല, കുടിക്കും കുഴപ്പമില്ല. ആമേശ്വതം തിന്നും കുടിച്ചും ആമേശ്വതം പോലെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ആമേശ്വതം. എന്നെ കേൾക്കുന്ന ദൈവത്തിന് ചെറിയ കുടുംബത്തിന്റെ കാര്യം ഞാൻ പറയുക, ഒരു താഴ്ന്ന കുടുംബത്തിന്റെ കാര്യമാണ്. ഇന്നത്തെ ഈ നമ്മുടെ കേരളത്തിന്റെ അല്ലെങ്കിൽ എറണാകുളം ജില്ലയുടെ പ്രാന്തപ്രദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. ആമേശ്വതം ഒന്ന് തിരിഞ്ഞു നോക്കണം. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെയൊക്കെ പ്രായത്തില് നല്ലൊരു വസ്ത്രം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ പിള്ളേര് ആമേശ്വതം ഉടുക്കുന്ന വസ്ത്രം, ഞാൻ പലപ്പോഴും പറയാറുണ്ട്, വീട്ടില് 7 പേരടങ്ങുന്ന കുടുംബത്തിൽ അമ്മിച്ചിക്ക് കിട്ടിയിരിക്കുന്ന സ്ത്രീധന പെട്ടിയായിട്ടുള്ള ഒരു വീഞ്ഞപ്പെട്ടി ഉണ്ടായിരുന്നു. ആമേശ്വതം. ഇതിൽ 7 പേരുടെ വസ്ത്രം വെച്ച് കഴിഞ്ഞാലും 1/4 ഭാഗം ബാക്കിയായിരുന്നു. ഇന്നൊരു വീട്ടില് സാധാരണ ഒരു കുടുംബത്തിൽ കടന്നു എന്ന് നോക്ക് പ്രിയ മക്കളെ, ആമേ 1-2 അലമാരി ഉണ്ടാകും. ആമേശ്വതം അതിനകത്ത് നിറഞ്ഞിരിക്കുകയാണ്. ആമേ വസ്ത്രങ്ങൾ. ഹല്ലേലൂയ. ആമേ ഉടുക്കാൻ കഴിയാത്തതുണ്ട്, ഉടുത്തതുണ്ട്, ആമേ ഉടുക്കാൻ വേണ്ടി തയ്ക്കാൻ വെച്ചിരിക്കുന്നതുണ്ട്. അങ്ങനെയുള്ള പലതും ഇരിക്കുകയാ. കാലഘട്ടം പോയില്ലേ പ്രിയ മക്കളെ? ആമേ അന്നത്തെ കാലഘട്ടമാണ് ഇന്നത്തെ കാലഘട്ടം. ആമേ സ്വത കുറവില്ലാത്ത കാലഘട്ടം. ഇനി വീട്ടില് ആമേ സ്വത കയ്യിൽ പോക്കറ്റിൽ പൈസ ഇല്ലെങ്കിലും ആമേ കടമെങ്കിലും വാങ്ങിച്ച് നമുക്ക് കാര്യങ്ങൾ നടത്തും. ആ ലോണുകാരിൽ നിന്ന് ഇഷ്ടം പോലെ നടക്കുകയാണ്. പൈസ വേണോ? ആമേശ്വതം മൊബൈൽ ഫോണിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പിടിച്ചൊന്ന് നെക്കിക്കഴിഞ്ഞാൽ 3 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? അക്കൗണ്ടിൽ പൈസ വരും. മോഹിപ്പിച്ച് നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ച് നിന്നെ തീരാ ദുഃഖത്തിലേക്ക് ആഴ്ത്തിക്കളയാൻ ശ്രമിക്കുന്ന പല ഫൈനാൻസ് കേന്ദ്രങ്ങളും ഇന്ന് ലോകത്തിൽ ഉളവായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സാധാരണ നടത്തിപ്പിന് ആവശ്യമേറിയ എല്ലാ ഘടകങ്ങളും ഇന്ന് ഒരുക്കി വെച്ചിരിക്കുക. പക്ഷെ ഇതെല്ലാം വരുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ദൈവജനം ചിന്തിച്ചു കൊള്ളുക, യേശു കർത്താവിന്റെ മടങ്ങി വരവിന്റെ ലക്ഷണങ്ങളാണ്. അവൻ വരാൻ സമയമായി കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നീ അതിലെ വഴിതിരിഞ്ഞു പോകരുത്. അപ്പന്റെ പ്രവൃത്തി ജീവിതത്തിൽ മേൽ വെളിപ്പെടുവാൻ സമയമായിരിക്കുന്നത് കൊണ്ടാണ് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ നോട്ടം കർത്താവിലേക്കായിരിക്കണം, നിന്റെ യാത്ര നേരെ ആയിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ആമേൻ.
പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് പ്രിയമക്കളെ, പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി സമയവും വേണം. നമ്മുടെ മുമ്പിൽ സമയം ശേഷിക്കുന്നില്ല. ആമേസ്തോത്രം. ആ കാലഘട്ടത്തിൽ ആമേസ്തോത്രം എല്ലാവരുടെ ഹൃദയം നിരൂപണങ്ങൾ നല്ലതല്ല എന്ന് ദൈവം എന്ത് ചെയ്തു? കണ്ടു. ഏത് കാലഘട്ടത്തിലാ? നോഹയുടെ എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറമാണെന്നൊന്ന് ചിന്തിച്ചു കൊള്ളണം. ആ കാലഘട്ടം പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ വരവെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അതാണ് നമ്മളൊന്ന് എടുത്ത് ചിന്തിക്കുന്നത്. ഈ കാലഘട്ടം അതുപോലെയുള്ള കാലഘട്ടമല്ലേ? ആർക്കും ആരെയും നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിരുന്നില്ല ആ കാലഘട്ടം. ഈ കാലഘട്ടം അങ്ങനെ തന്നെയാ. ഈ നോഹയുടെ പിള്ളേര് 3 പേര് പെട്ടകത്തിൽ കയറിയതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. നോഹയുടെ മരുമക്കൾ 3 പേര് പെട്ടകത്തിൽ, 8 പേര് മാത്രമാണ് ലോകത്തിൽ രക്ഷ പ്രാപിച്ചത്. ആമേൻ. നല്ലപോലെ വളർത്താൻ കഴിവുള്ള മാതാപിതാക്കൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ 10 കുഞ്ഞുങ്ങളെങ്കിലും വേറെ പെട്ടകത്തിൽ കയറിയനെ പ്രിയമക്കളെ. അതുപോലെ നടത്താനോ വളർത്താനോ പ്രാപ്തിയില്ലാത്ത മാതാപിതാക്കളുടെ ഒരു കാലം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരൊറ്റ കുഞ്ഞു പോലും, നോഹയുടെ 3 മക്കളും മരുമക്കളും ഒഴിച്ചാൽ മാനുഷിക ഗണത്തിലുള്ള ഒരു ഒറ്റ കുഞ്ഞു പോലും ആ പെട്ടകത്തിൽ കയറിയില്ല എന്നുള്ളതായിരുന്നു. പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, മുല കുടിക്കുന്നവരുണ്ടായിരുന്നു, ജനിച്ചവരുണ്ടായിരുന്നു, വളർന്നുകൊണ്ടിരിക്കുന്നവരുണ്ടായിരുന്നു. ആരും തന്നെ ആ പെട്ടകത്തിൽ കയറിയതായിട്ട് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. കാരണം വളർത്തേണ്ടവരെല്ലാം ദോഷ വഴികളിൽ വളർത്തി തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം കണ്ടു അവരുടെ വിചാരങ്ങളൊക്കെയും നിരൂപണങ്ങളൊക്കെയും എന്നും ദോഷമുള്ളതെന്ന്. അതുകൊണ്ട് ആ കാലഘട്ടത്തിലെ സകല മനുഷ്യരും വെള്ളത്തിൽ എന്ത് ചെയ്തു? മുങ്ങി മരിക്കാനിടയായിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ദൃഷ്ടാന്തമാണ്. ഇതൊക്കെയും വരുമ്പോൾ നിങ്ങളുടെ തലകൾ എന്ത് ചെയ്യണം? ഉയർത്തണം. നമ്മുടെ അപ്പൻ്റെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുക. മടങ്ങി വാ പ്രിയമക്കളെ, ദൈവസ്ഥലിലേക്ക് ഒന്ന് അടുത്ത് വാ. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. സ്വതന്ത്രം. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അതിൽ അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെ എല്ലാം ഇപ്പോഴും ദോഷമുള്ളത് അത്രേ എന്നും യഹോവ കണ്ടു. ലൂക്കോസ് സുവിശേഷം 17-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ സ്വതന്ത്രം ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നോഹയുടെ സ്വതന്ത്രം കാലം സ്വതന്ത്രം പോലെ തന്നെ മനുഷ്യപുത്രന്റെ നാളിലും സ്വതന്ത്രം ഉണ്ടാകും. സ്വതന്ത്രം. നോഹ പെട്ടകത്തിൽ കടന്ന നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്നു, അവരെ എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇത് നമ്മൾക്ക് മുമ്പാകെ സർവശക്തനായ ദൈവം ഒരു എക്സാമ്പിൾ തരികയാണ്. ഒരു മാതൃക തരികയാണ്. എൻ്റെ മക്കളെ, ഇതുപോലൊരു കാലഘട്ടത്തിൽ പലരും നശിച്ചു പോയത് നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കാതിരിക്കേണ്ടതിനായി നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കണം എന്ന് പരിശുദ്ധ ദൈവം പുതിയ നിയമത്തിന്റെ പല താളുകളിലും നമ്മൾക്ക് എഴുതി തന്നു. നിങ്ങളത് ചെയ്യരുതേ, നിങ്ങൾ അങ്ങനെ പോകരുതേ. മാറ്റങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് യേശുവിന്റെ പാദപീഠം ഇരുന്നു കൊണ്ട് അവന്റെ മുഖത്തെ ആദരിച്ച് കടന്നു പോകണമെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാ. പരിശുദ്ധ ദൈവമേ, കേൾപ്പിച്ച തിരുവെഴുത്തുകൾക്ക് മുമ്പാകെ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നപ്പാ. ജീവനുള്ള ദൈവത്തിന്റെ വലിയ കരം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് രാത്രികാലം വെളിപ്പെടുമാറാകണമേ. അപ്പന്റെ വരവിങ്കൽ ഞങ്ങൾക്ക് എടുക്കപ്പെടണം കർത്താവേ. അതിന് യോഗ്യമായൊരു ഹൃദയവും അതിന് അനുസരിച്ചിട്ടുള്ള ജീവിതവും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കൽപ്പിച്ചാക്കണമെന്നടി ഞാൻ പ്രാർത്ഥിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമാണ്, സ്വർഗത്തിലെ ദൈവത്തിന് സകലതും സാധ്യമാണ്. ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു. അങ്ങ് ഞങ്ങളെ നിയന്ത്രിക്കണം, ഏറ്റെടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ.